വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള കോവയ്ക്ക കൊണ്ടുള്ള 2 തരം റെസിപ്പിയാണ്. കോവയ്ക്ക കഴിക്കാൻ മടിക്കുന്നവർ പോലും വളരെയധികം ഇഷ്ടപ്പെടുന്ന 2 തരം റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കോവയ്ക്ക ഞാനിവിടെ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് കോവയ്ക്കയാണ് ഞാൻ കറി വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. കറി വെക്കാൻ വേണ്ടി കോവയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കോവയ്ക്കയെല്ലാം ഇവിടെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് ഒരു മൺചട്ടി എടുത്ത് അതിനകത്തേക്ക് നമ്മുടെ കോവയ്ക്കയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. കോവയ്ക്കയുടെ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 പച്ചമുളക് നെടുകെ കീറിയതാണ്. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 3-4 കറിവേപ്പില ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക. ഇങ്ങനെ നന്നായി തിരുമ്മി യോജിപ്പിച്ച് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് അനുഭവപ്പെടുക. ആ കോവയ്ക്കയുടെ വെള്ളവും അതുപോലെ തന്നെ സവാളയിലെ വെള്ളവും എല്ലാം ഇറങ്ങി ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കോവയ്ക്കയുടെ കഷ്ണങ്ങൾ നന്നായി പിടിച്ചു കിട്ടാനും എല്ലാം ഇങ്ങനെ നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിക്കുന്നത് സഹായിക്കും. അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു തക്കാളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തക്കാളി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിക്കുക. പിന്നെ ഈ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ തന്നെയാണ് പണ്ട് മുതലേ ഉണ്ടാക്കാറ്. ഇതിവിടെ ഞാൻ 10 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് തോരനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ തോരൻ അരിഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഒന്നുകിൽ വട്ടത്തിലോ അല്ലെങ്കിൽ നീളത്തിലോ അല്ലെങ്കിൽ ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നത് പോലെ 2ആയി കട്ട് ചെയ്തതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുക്കാവുന്നതോ ആവാം. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് കോവയ്ക്ക എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കോവയ്ക്ക ഉണ്ടാക്കി കഴിയുമ്പോൾ കുട്ടികൾക്കും അത് കഴിക്കാനൊന്നും യാതൊരു മടിയും ഉണ്ടാവില്ല. അപ്പോൾ കോവയ്ക്കയുടെ കഷ്ണങ്ങളെല്ലാം ഞാനിങ്ങനെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. തോരന് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ഒരു ജാറിനകത്തേക്ക് 5 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഒരു 4 അല്ലി ചെറിയുള്ളിയും 1 അല്ലി വെളുത്തുള്ളിയും. വലിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ 2 കഷ്ണമാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് 3-4 കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അരഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് ചതച്ചെടുക്കാൻ മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പോൾ തേങ്ങ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു സവാള, മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് വഴറ്റുക. ഒന്ന് ചൂടാവേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നീട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നതിന് വേണ്ടി ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായി ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കോവയ്ക്കയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. കോവയ്ക്കയുടെ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഞാനിവിടെ മിക്സിയിൽ നിന്നും തേങ്ങയുടെ കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ചട്ടി ഞാൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. കോവക്കയുടെ കഷ്ണങ്ങൾ കുക്കാവുന്നതിന് വേണ്ട വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഞാനിവിടെ അടച്ചു വെക്കുകയാണ്. കോവയ്ക്ക് ഇവിടെ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ഒരു ജാറിനകത്തേക്ക് 6 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് 4 അല്ലി ചെറിയുള്ളിയും 2 ചെറിയ അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. തേങ്ങ ഇവിടെ നന്നായി ഞാൻ അരച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തോരൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. പിന്നെ തോരൻ അടുപ്പിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ മറന്നു പോകരുത്. കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതൊന്നുകൂടെ നന്നായി പൊത്തി വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് സമയം കൂടെ ഞാനിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കോവയ്ക്ക തോരൻ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കോവയ്ക്ക നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്ന വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് കുക്കായി കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ഇല കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി ഇളക്കി ഇതിവിടെ അടച്ചു വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കോവയ്ക്കയെല്ലാം ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇതിനകത്ത് അധികം വെള്ളമൊന്നുമില്ല. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറിനകത്ത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ കറിക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് കുഴഞ്ഞ ഒരു പരുവത്തിലായിരിക്കണം ഈ കറി ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾ ചേർക്കുന്ന തക്കാളിക്ക് പുളി കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് അതുകൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനെടുത്ത തക്കാളി നല്ല പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ഞാൻ പുളി വേറെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട വറവ് തയ്യാറാക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും 2 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ചെറിയുള്ളിയുടെ നിറമൊന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. ഇത് നമുക്ക് കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക കറിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നതെങ്കിലും എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ തോരനും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ തോരനും കറിയും നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും വീഡിയോസ് വരുന്നതുവരെ കാത്തിരിക്കും.